വല്ലാത്തൊരു ദിവസമായിരുന്നു. ഇന്നലെ നല്ല കാറ്റും മഴയുണ്ടായിരുന്നു. അതിൽ ഒരു ഡബ്ബറിൻ്റെ ഒരു കൊമ്പ് മുറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. ഡബ്ബറിൻ്റെ കൊമ്പല്ല, മരം ഫുള്ളായിട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് മുറിക്കലും ഇതാക്കലൊക്കെ പണിയിലായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നമ്മൾ അന്ന് കപ്പ പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് നമ്മൾ കുഴിച്ചിടാൻ വേണ്ടി കഷ്ണങ്ങളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് മുളച്ച് വന്നു. അപ്പം അത് കുഴിച്ചിടാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ കുഴിയൊക്കെ കുത്തി കുന്നുകൂട്ടുണ്ടായി. അങ്ങനെ കുന്നൊക്കെ കൂട്ടി നമ്മൾ കുഴിച്ചിടുന്ന സമയത്ത് മുമ്പ് ഞങ്ങൾ പറിച്ച് തിന്ന് മിസ്സായി പോയിട്ടുള്ള കിഴങ്ങ് അതിലുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമുക്ക് അങ്ങനെ കുറേ കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. കുറേ അല്ല, ഒരു മരത്തിൻ്റെ ആണോ രണ്ടെണ്ണത്തിൻ്റെ ആണോ എന്ന് അറിയില്ല, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടല്ലോ, മിസ്സായി പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ വല്ലാതെ നഷ്ടമായി പോയേനെ ഇത് നമുക്ക് കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ. എന്തോ ഭാഗ്യത്തിന് ഇന്ന് നമുക്ക് തോന്നി കുഴിച്ചിടാനായിട്ട്. അപ്പം എന്തായാലും കിട്ടിയതാണ് കേട്ടോ ഇത്. പിന്നെ ആണ് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല, മുളച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേയൊക്കെ നമ്മൾ കഷ്ണങ്ങൾ കുഴിച്ചു വിട്ടു. ഇനി പിന്നെ സ്ഥലം നോക്കിയിട്ട് ഇനി കുഴിച്ചിടണം കേട്ടോ. അങ്ങനെ ഇതാ കപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം വേവിക്കുകയും ചെയ്തില്ല കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് ഉള്ളൂ കേട്ടോ ഉണ്ടാക്കി വന്നപ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾ എന്തായാലും അപ്പം തന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ നമുക്ക് ഉപ്പേരിക്ക് വന്നിട്ട് 2 പപ്പായ പൊട്ടിക്കാം ഗൈസ്. അപ്പോൾ ഇതാ ഇതിന് 2 പപ്പായ പൊട്ടിക്കാം. ഓക്കെ, ഇത് പൊട്ടിക്കാം, ചെറുത്ത് നോക്കിയിട്ട് പൊട്ടിക്കാം. പാല്. പിന്നെ തക്കാളി പൊട്ടിക്കാൻ. ഇവിടെ ഈ തക്കാളി അയ്യോ ഇത് നോക്കിയേ, അതിലിടാം. തക്കാളിക്കൊരു വിധം പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത് കിട്ടിയിട്ടുണ്ട്. രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട്. പാടത്ത് പോയപ്പോൾ ഒരു കൊല പഴം കൊണ്ടുവന്നാണ് കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഒരു സൈഡ് പച്ച, ഒരു സൈഡ് നല്ല പഴുപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം ഞങ്ങൾ കഴിച്ചു. അപ്പോൾ നല്ല പഴുത്തിട്ടുണ്ട്. എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കേണ്ടി വരും. കെട്ടിവെച്ച മത്തൻ്റെ അവസ്ഥ എന്തായിന്ന് അറിയില്ല. നോക്കാം. ഓക്കെ, സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് കവറ് തുറന്ന് നോക്കണ്ട. ഇവിടെ ഇതാ ഏകദേശം നല്ല വലുപ്പമായിട്ടുണ്ട് ഗൈസ്. നമുക്ക് തുറന്ന് നോക്കണ്ട. സന്തോഷമായിട്ടുണ്ട് എന്തായാലും. ഇനി നമുക്ക് പിന്നെ എവിടെയാണ് നമ്മൾ കണ്ടത്? പിന്നെ കണ്ടിട്ട് കവറിട്ട സ്ഥലം ഉണ്ടായിരുന്നല്ലോ, എവിടെയായിരുന്നു അത്? ഇതാണ് മത്തൻ. കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. അത് കുറച്ചും കൂടി വലുതായിക്കോട്ടെ. ഇനി വന്നിട്ട് ഇതാ ഇവിടെ ഉണ്ട്. ഇത് വിത്തിന് വയ്ക്കാം. ഇത് കുറച്ച് മൂത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇത് അവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ പൊട്ടിക്കാം. നമുക്കിപ്പോൾ ആവശ്യത്തിന് 3 മതി. ഇത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 കറിവേപ്പിലയും കൂടി പൊട്ടിക്കേണ്ടത്. ചെറിയ തൈയാണ്, ഇതിമെന്നാണ് കേട്ടോ. തൂമ്പടിക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഇത്രയും പൊട്ടിച്ചിട്ടുണ്ട്. മത്തന് ഫിനിഷ് ചെയ്തു കേട്ടോ. ഫിനിഷ് ചെയ്തു. ഉണ്ടാക്കുന്നൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. ഫിനിഷ് ചെയ്തു. അപ്പം ഇതാ ദോശയും പിന്നെ കൈസ് നല്ല ചക്കക്കൂട്ടാനുണ്ട്. നല്ല ചക്കക്കൂട്ടാൻ വൃത്തി കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് എന്താ പറയുക ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ തുടങ്ങിയത്. ആദ്യമൊന്നും ഇഷ്ടമല്ല, അന്ന് ട്രൈ ചെയ്യാറില്ല. പക്ഷെ ഇപ്പം എല്ലാം ഇഷ്ടപ്പെട്ട് തുടങ്ങി, എല്ലാം ട്രൈ ചെയ്യാൻ തുടങ്ങി. ചക്കക്കൂട്ടാൻ ഇപ്പോഴാട്ടോ. എപ്പോഴും ഇങ്ങനെ കാണും, പക്ഷെ ഞാൻ മാത്രം കഴിക്കാറുണ്ടായില്ല. ഇപ്പം കഴിച്ചു തുടങ്ങി. ഇതാണ് കേട്ടോ ചക്കക്കൂട്ടാൻ.